പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആത്മീയ കാഴ്ച എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ആത്മീയ കാഴ്ച എന്ന പ്രോഗ്രാമിൽ ടെസ്റ്റിമണി സെഷനുമായിട്ടാണ് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. ആദ്യം ഞങ്ങളുടെ ടെസ്റ്റിമണി തന്നെ ആരംഭിക്കുകയാണ്. ഇത് എൻ്റെ ഹസ്ബൻഡ് സോളമൻ. ഞങ്ങൾക്ക് 3 മക്കളാണുള്ളത്. 2 പേരിപ്പോൾ ഇവിടെയുണ്ട്. ഇത് സ്നേഹ സോളമൻ, ഇത് സ്റ്റെഫി സോളമൻ. മൂത്ത മോള് ഇപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള സ്റ്റഡീസിൻ്റെ ഭാഗമായിട്ട് അവൾ വെളിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ലോർഡ്. ഞാൻ ജനിച്ചതും വളർന്നതും എറണാകുളം ജില്ലയിലായിരുന്നു. 1996 ഞാൻ സൗദി അറേബ്യയിലേക്ക് വരുവാൻ ദൈവം മുഖാന്തരങ്ങൾ ഒരുക്കി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുന്നേ ഞാനൊരു നിരീശ്വരവാദി എന്ന ആ നിലയിലായിരുന്നു എൻ്റെ ജീവിതം പോയിക്കൊണ്ടിരുന്നത്. കാരണം ഞാൻ അങ്ങനെ ചില ബുക്കുകളൊക്കെ വായിക്കാനൊക്കെ ഇടയായി തീർന്നു. പക്ഷേ ദൈവം ഉണ്ടോ എന്നൊക്കെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷേ കാലക്രമേണ ഇവിടെ വന്നു, സൗദിയിൽ വന്നു, ചില മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുക്കാനൊക്കെ തുടങ്ങിയ ശേഷം എനിക്ക് തോന്നി ദൈവം ഉണ്ടെന്ന്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും ചിന്തിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ എനിക്കൊരു കാര്യം ബോധ്യമായി. യേശു ക്രിസ്തു എന്ന ഒരു വ്യക്തിത്വം ഉണ്ടായിരുന്നു. അത് നമ്മുടെ പാപത്തിന് വേണ്ടി മനുഷ്യരെ രക്ഷിക്കാൻ വന്ന ഒരു വ്യക്തിത്വമാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പല മീറ്റിങ്ങുകളിലൊക്കെ ഞാൻ പങ്കെടുക്കുകയും അതിനുശേഷം ഞാൻ ഒരു TV പ്രോഗ്രാം മുഖാന്തരം കൂടുതൽ അതിനെക്കുറിച്ച് ചിന്തിക്കുവാനൊക്കെ ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചു. അപ്പം ദൈവം ഇല്ല എന്നുള്ള ധാരണയിലായിരുന്നു ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നെങ്കിലും പിന്നീട് എനിക്ക് പിടികിട്ടി ദൈവം ഉണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഈ നിലയിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ടൊരവസ്ഥയിലേക്ക് മാറുവാൻ ദൈവം സഹായിച്ചത്. കാലക്രമേണ ഞങ്ങളിവിടെ വർഷങ്ങളോളം 96 ഇവിടെ വന്നെങ്കിലും 2008 ഞാൻ ഈ ശരിയായിട്ടുള്ള പ്രെയർ മീറ്റിങ്ങിലൊക്കെ പങ്കെടുക്കുന്നത്. അപ്പം അതിനുശേഷം ഞങ്ങൾ കൂടുതൽ ദൈവത്തെക്കുറിച്ച് അറിയാനും ചിന്തിക്കുവാനൊക്കെ തുടങ്ങിയ ശേഷം പല കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിഞ്ഞു. അങ്ങനെ 2012 കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിപ്പാൻ ദൈവം ഭാഗ്യം നൽകി. ഒരുപാട് അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നുപോയി. പലപ്പോഴും എൻ്റെ പ്രിയ സുഹൃത്തുക്കളും സ്വന്തക്കാരും ബന്ധക്കാരും പലരും ഞാൻ യഥാർത്ഥ ദൈവത്തിലേക്ക് മനം തിരിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവരെല്ലാം എന്നെ മാനസികമായിട്ട് ശരി പറഞ്ഞാൽ കൈ ഒഴിഞ്ഞെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണല്ലോ ദൈവം പറയുന്നത്, തന്നെ അന്വേഷിക്കുന്നവരെ മനുഷ്യർ ചിലപ്പം തള്ളിക്കളഞ്ഞേക്കാം, പക്ഷേ എന്നാലും ദൈവം ഒരിക്കലും കൈവിടത്തില്ല. അങ്ങനെ ഒത്തിരി അനുഭവങ്ങളൊക്കെ എനിക്കുണ്ടായി. എന്നാലും ദൈവം അത്ഭുതകരമായി ഇപ്പോഴും ഈ നിമിഷം വരെ ഞങ്ങളെ അനുഗ്രഹിച്ചെന്ന് വേണം പറയാൻ. അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് നന്മകളും ഒരുപാട് ദൈവസാന്നിധ്യവും എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. അങ്ങനെ കുടുംബമായിട്ട് ഇന്നിപ്പോൾ ഇവിടെ ആയിരിക്കാനും ദൈവം സഹായിച്ചു. അങ്ങനെ നല്ല അനുഭവങ്ങളാണ് എനിക്ക് എൻ്റെ ജീവിതത്തിലുണ്ടായത്. കർത്താവായ യേശു ക്രിസ്തു ഞാൻ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ എന്ന് ഈ ഭൂമിയിൽ ഞാൻ ജീവിച്ചിരിക്കത്തില്ലായിരുന്നു. അങ്ങനെ നല്ലൊരു ദൈവത്തെ കണ്ടെത്താൻ എനിക്ക് സാധിച്ചു. കാരണം ഞാൻ അല്ലെങ്കിൽ വേറെ ഒരു റൂട്ടിൽ കൂടി പോയാനാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, നിരീശ്വരവാദത്തിലേക്ക് കൂടി ഞാൻ കടന്നു പോയെങ്കിലും അതിലൊക്കെ പെട്ടു പോയിരുന്നെങ്കിൽ എനിക്ക് ഇന്ന നിലയിൽ ഈ ദൈവത്തെ രുചിച്ചറിയുവാൻ ഒരു പക്ഷേ കഴിയത്തില്ലായിരുന്നു. എന്തായാലും ദൈവം ഈ നല്ല ദൈവത്തെ തിരിച്ചറിയുവാൻ ഭാഗ്യം നൽകി. അത് വലിയൊരു ഭാഗ്യം. അതിനപ്പുറം ഭാഗ്യം എന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞു പോകും. പക്ഷേ ഒരു നിധി ആയിട്ട് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഒരു നല്ലൊരു ഈ യൂട്യൂബിൽ കൂടി എനിക്കും ഒരു സാക്ഷിയായി അനേകരോട് ഈ സത്യം തുറന്നു പറയുവാൻ എനിക്ക് ഭാഗ്യം നൽകി. അപ്പോൾ എന്നെപ്പോലെ ഈ ലോകത്ത് നശിച്ചുകൊണ്ടിരിക്കുന്ന അനേക വ്യക്തി ജീവിതങ്ങളുണ്ടല്ലോ. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നമുക്ക് നമ്മുടെ കൂടെ പലരും ഉണ്ടാവും. പക്ഷേ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ ആരും നമ്മൾ ഉപേക്ഷിച്ച് പോയാലും നമുക്ക് നമ്മുടെ കൂടെ കൂട്ടിനായിട്ട് എന്നും ഏത് സാഹചര്യത്തിലും കർത്താവായ യേശു ക്രിസ്തു മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അതിനപ്പുറമായിട്ട് നമുക്ക് ആരെയും ആശ്രയിക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് മനം തിരിഞ്ഞു വരിക എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. എൻ്റെ വീട് കോട്ടയത്താണ്. ഒരു ജ്ഞാനായ കാത്തലിക് കുടുംബത്തിൽ ജനിച്ചു വളരുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു.
എനിക്ക് പേരൻസും ഞങ്ങൾ 6 മക്കളാണ്. എനിക്കൊരു സഹോദരനും 4 സഹോദരിമാരും ഉണ്ട്. നല്ല സ്നേഹമുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭവനത്തിൽ ജനിച്ചു വളർത്തപ്പെടുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. ഞാൻ 1999 ഈ സൗദി അറേബ്യയിലേക്ക് കടന്നു വന്നത്. വന്നപ്പോഴൊക്കെ ഞാൻ സൗദി അറേബ്യ എന്ന ഒരു രാജ്യത്തേക്ക് വരുന്നുവെങ്കിൽ പോലും അന്നും എൻ്റെ കഴുത്തിൽ ജപമാല അല്ലെങ്കിൽ ഒരു കൊന്തയൊക്കെ ഇട്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കടന്നു വന്നത്. കാരണം ഞാൻ പറയാൻ കാരണം എന്നാന്ന് ചോദിച്ചാൽ, അത്രയ്ക്കും ഞങ്ങളായിരുന്ന ആ പാരമ്പര്യത്തിൽ അത്രയ്ക്കും സ്പിരിച്വലി ഞങ്ങളെന്നും പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും കുർബാനയിൽ സംബന്ധിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരു കുടുംബമായിരുന്നു. അപ്പോൾ ഈ സൗദി അറേബ്യ പോലുള്ള ഒരു രാജ്യത്തേക്ക് കടന്നു വരുമ്പോൾ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇങ്ങോട്ട് വരുമ്പോൾ നീ കൊന്ത ഇട്ടുകൊണ്ടാണോ വന്നതെന്നൊക്കെ, എൻ്റെ കൂട്ടത്തിൽ വന്ന കുട്ടികളൊക്കെ. അപ്പോൾ അത്രയ്ക്കും ഞാനായിരുന്ന പാരമ്പര്യത്തിൽ അത്രയ്ക്കും തീക്ഷ്ണതയോടെ നിന്ന ഒരു വ്യക്തിയായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഒരു PHCയിലാണ് ആദ്യം എനിക്ക് എന്നെ പോസ്റ്റ് ചെയ്തത്. അവിടെ വന്നു കഴിഞ്ഞ് ഞാൻ തനിച്ചായിരുന്നുകൊണ്ട് ആ സമയത്തൊക്കെ എനിക്ക് കൂടുതൽ പ്രാർത്ഥിക്കുവാനും, അതായത് പാരമ്പര്യത്തിൻ്റെതായ പ്രാർത്ഥനകൾ എന്നും ഞാൻ ഈ ജപമാലയൊക്കെ ഒരുപാട് ടൈംസ് ഇങ്ങനെ ആവർത്തിച്ച് ചൊല്ലി ഞാൻ എഴുതി വെക്കുമായിരുന്നു, ഒരു ദിവസം എത്ര പ്രാവശ്യം ചൊല്ലി എന്നൊക്കെ. അത്രയ്ക്കും അതുപോലെ ഞാൻ ആ സ്പിരിച്വലി ഞങ്ങളുടെ പാരമ്പര്യത്തിൻ്റെതായ ആ ലെവലിൽ തന്നെ ഒരു ഭക്തയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ വന്നതിന് ശേഷം ഒരു 2008 വരെ അങ്ങനെ തന്നെ ഭയങ്കര ആ രീതിയിൽ തന്നെ പ്രാർത്ഥിക്കുകയും കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. 2008-2009 കാലഘട്ടത്തിലാണ് ഞങ്ങളിങ്ങനെ ഒരു TV പ്രോഗ്രാമിലൂടെ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനിടയായി തീർന്നു. യഥാർത്ഥ വചനം കേട്ടപ്പോൾ ഞാൻ POC ബൈബിളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. എല്ലാ ദിവസവും വചനം വായിക്കുമെങ്കിലും അത്രയ്ക്കും അതിൻ്റേതായ അർത്ഥങ്ങളൊന്നും മനസ്സിലാക്കിയല്ല വായിക്കുന്നത്. അങ്ങനെ ഒരു പ്രോഗ്രാം കണ്ടപ്പോൾ വചനത്തെക്കുറിച്ച് സംസാരിക്കുന്ന കേട്ടപ്പോൾ എനിക്കും ഇത് ശരിയാണോ, ഇവർ പറയുന്നതൊക്കെ ശരിയാണോ എന്ന്, അപ്പോൾ ഞാനത് എൻ്റെ കയ്യിലിരുന്ന ബൈബിൾ എടുത്ത് വായിച്ചു നോക്കുവാനും അവർ പറഞ്ഞതൊക്കെ ശരിയാണോ എന്ന് നോക്കുവാനൊക്കെ ഇടയായി തീർന്നു. അപ്പം അവർ പറയുന്നതെല്ലാം അതേപടി ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നു എന്നെനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ തെറ്റാണല്ലോ എന്നുള്ളൊരു ബോധ്യം എനിക്ക് വരുവാനിടയായി തീർന്നു. എക്സാമ്പിൾ പറഞ്ഞാൽ, മാതാവിനോടൊക്കെ പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ ദൈവവചനത്തിൽ പറയുന്നു ആകാശത്തിന് കീഴെ മനുഷ്യർക്കിടയിൽ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ടുള്ള ഒരേ ഒരു നാമമേ ഉള്ളൂ, അത് യേശുക്രിസ്തുവിൻ്റെ നാമമാണെന്ന് പറയുമ്പോൾ ഞാൻ രക്ഷയ്ക്ക് വേണ്ടി പലരെ ആശ്രയിക്കാറുണ്ടല്ലോ, പല വിശുദ്ധന്മാരോടും പ്രാർത്ഥിക്കാറുണ്ടല്ലോ എന്നൊക്കെ എനിക്ക് എൻ്റെ മനസ്സിലൊരു കുറ്റബോധം തോന്നിത്തുടങ്ങി. അതിനുശേഷം മരിച്ചവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്ന ഇത് ഞങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ ദൈവവചനത്തിൽ അതൊക്കെ തെറ്റാണെന്ന് മനസ്സിലാക്കി. അങ്ങനെ പല കാര്യങ്ങളിലും വചനം വായിച്ചപ്പോൾ പലതും തെറ്റാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുള്ളൊരു ബോധ്യം കർത്താവ് എനിക്ക് തന്നു. എന്നിട്ടും തീർച്ചയായിട്ടും വചനത്തിലേക്ക് പൂർണ്ണമായിട്ട് വന്നിട്ടില്ലെങ്കിലും ഒരാഗ്രഹം എൻ്റെ ഉള്ളിൽ തോന്നി. കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവേ യഥാർത്ഥ സത്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകണം. അതിനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു, യഥാർത്ഥ സത്യം എന്താണ്, അത് ഞങ്ങളെ ഒന്ന് മനസ്സിലാക്കി തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അതുമാത്രമല്ല, ഈ TV-യിൽ ഈ വചന ശുശ്രൂഷ കേൾക്കുമ്പോൾ ഞാൻ എൻ്റെ വചനം എടുത്ത് നോക്കുകയും അത് ക്ലിയർ ആണോ, അവർ പറഞ്ഞിരിക്കുന്നതൊക്കെ ഈ വചനത്തിലുള്ളതാണോ എന്ന് നോക്കുകയും ചെയ്യുമായിരുന്നു. അതിനുശേഷം ഒരു പ്രാവശ്യം ഞങ്ങളുടെ കൊച്ചിൻ്റെ അഡ്മിഷന് വേണ്ടി എംബസി സ്കൂളിൽ കടന്നു ചെന്നപ്പോൾ അവിടെ ഒരു സഹോദരി, ഈ സഭയിൽ കടന്നു വരുന്ന ഒരു സഹോദരിയെ കാണുവാനും പരിചയപ്പെടുവാനും ഇടയായി. അപ്പോൾ അവർ ആഭരണമൊന്നും ധരിച്ചിട്ടില്ലാത്തതുകൊണ്ട് പെന്തക്കോസ്ത് അനുഭവത്തിലുള്ളൊരു സ്ത്രീയാണ് എന്നെനിക്ക് മനസ്സിലാക്കിയതുകൊണ്ട് ആ സഹോദരിയോട് ഞാൻ ചോദിച്ചു, സഹോദരി പെന്തക്കോസ്ത് അനുഭവത്തിലുള്ളതാണോ, ഇവിടെ എവിടെയെങ്കിലും, അന്ന് വരെയും എനിക്കറിയത്തില്ല ഇവിടെ ഒരു സഭയുണ്ട് എന്നുള്ള കാര്യമൊന്നും അറിയത്തില്ല. കാരണം ഞങ്ങൾ വീട്ടിൽ ഒതുങ്ങിയിരുന്ന് ദൈവവചനം പഠിക്കുകയും ഈ TV ഷോയിലൂടെ വചനം പഠിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ആ സഹോദരി പറഞ്ഞു, ഇങ്ങനെ ഒരു സഭയുണ്ട്, നിങ്ങൾ തീർച്ചയായിട്ടും വരണം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങൾ ആ സഹോദരിയുടെ നമ്പർ മേടിച്ചു, ഞങ്ങളുടെ നമ്പർ അവർക്ക് കൊടുത്തു. അങ്ങനെ അവർ ഇടയ്ക്കെല്ലാം ഞങ്ങളെ വിളിക്കുമായിരുന്നു. അങ്ങനെ എല്ലാ ആഴ്ചയിലും വരാൻ പറ്റിയില്ലെങ്കിലും ഇടയ്ക്കൊക്കെ ഞങ്ങൾ വരുമായിരുന്നു. ഇങ്ങനെ വചനം വന്ന് കേൾക്കുവാനിടയായി തീർന്നു. കൂടുതലായിട്ടും ദൈവവചനത്തെക്കുറിച്ച് അറിയുവാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം തന്നു. എങ്കിലും ഞാൻ എൻ്റെ പാരമ്പര്യത്തെ വിട്ട് പോകുവാൻ തയ്യാറായില്ല. കാരണം ദൈവത്തിൻ്റെ ഈ സഭയിൽ അത്ഭുതങ്ങളുണ്ട്, അടയാളങ്ങളുണ്ട്, കർത്താവ് നമുക്ക് അനുഗ്രഹങ്ങൾ തരും. അപ്പം ഞാൻ അന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സഭയിൽ വന്ന് പ്രാർത്ഥിക്കണം, അനുഗ്രഹം പ്രാപിക്കണം, തിരിച്ചു പോകണം. എന്നാൽ ഈ സഭയോട് ചേരുവാനോ കർത്താവിനോട് ചേരുവാനോ ഒന്നും എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നില്ല.
അപ്പം ഞങ്ങൾ ഒന്നിച്ച് പിന്നെ ആരാധന കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറയും, ഡി സ്നാനപ്പെടണം, രക്ഷിക്കപ്പെടണം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ നമ്മുടെ പാരമ്പര്യത്തെ എനിക്ക് പേടിയാണ്, അവർ എന്തൊക്കെ വിചാരിക്കും, നിങ്ങളെന്നാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്നൊക്കെ ഞാനിങ്ങനെ ചോദിക്കും. അപ്പോഴത്തേനും ഞങ്ങൾ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും അതേക്കുറിച്ചൊക്കെ കുറച്ച് നേരം സംസാരിച്ച് അതങ്ങോട്ട് ലീവ് ചെയ്യും. പിന്നെ ഞാൻ പറയും, ഇല്ല വേണ്ട, പെട്ടെന്നൊന്നും അതൊന്നും തീരുമാനം അങ്ങനെയൊന്നും എടുക്കണ്ട എന്നൊക്കെ പറയും. അങ്ങനെ എന്നാൽ 2012 കാലഘട്ടത്തിൽ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നീ രക്ഷിക്കപ്പെട്ടാലും സ്നാനപ്പെട്ടാലും എനിക്ക് ആ ഒരു വിഷയം എനിക്ക് വരുന്നില്ല, കാരണം സ്വർഗത്തിൽ പോകണമെങ്കിൽ ദൈവവചനം നമ്മൾ അനുസരിക്കണം എന്ന് എന്നോട് പറയുവാനിടയായി തീർന്നു. അപ്പം ഞാൻ സ്നാനപ്പെടാനായിട്ട് തീരുമാനം എടുത്തു എന്ന് എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ നേരത്തെ തന്നെ കർത്താവിനോട് ഈ വചനങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ കർത്താവിനോട് ഒരു കമ്മിറ്റ്മെൻറ്റ് എനിക്കുണ്ടായിരുന്നു. അഥവാ ഈ സ്നാനം സത്യമാണ്, രക്ഷാ സത്യമാണെന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയെങ്കിലും പുറമേ എനിക്ക് കാണിക്കുവാൻ ഭയമായിരുന്നു. കാരണം എൻ്റെ വീട്ടുകാരെ ഭയപ്പെട്ടു, എൻ്റെ പാരമ്പര്യത്തെ ഞാൻ ഭയപ്പെട്ടുകൊണ്ട് ഞാൻ പിന്നോട്ട് മാറുന്ന ഒരവസ്ഥ. കാരണം എനിക്കറിയാം ഇതൊക്കെ ശരിയാണ്, എങ്കിലും ഞാൻ അതിലേക്ക് മുന്നോട്ട് വരുവാൻ തയ്യാറായില്ല മനസ്സുകൊണ്ട്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അതിനുവേണ്ടി മുൻപോട്ട് വന്നപ്പോൾ ഞാനും എൻ്റെ ഉള്ളത്തിൽ കർത്താവിനോട് ഇങ്ങനെ ഒരു കമ്മിറ്റ്മെൻറ്റ് ചെയ്തിരുന്നത് കൊണ്ട് ഒന്നിച്ച് സ്നാനപ്പെടുകയാണെങ്കിൽ ഒന്നിച്ച്, ഇല്ലെങ്കിൽ വേണ്ട, രണ്ടുപേരും വേണ്ട എന്നുള്ള ഒരു തീരുമാനമായിരുന്നു. അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പിന്മാറാൻ ശ്രമിച്ചിട്ടും പുള്ളി പിന്മാറുന്നില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് ചേർന്ന് ചെയ്യുവാനായിട്ട് ഞാൻ എൻ്റെ മനസ്സിനെ പാകപ്പെടുത്തുകയാണ് ചെയ്തത്. അപ്പം ഞാൻ ദൈവത്തോട് ഇങ്ങനെ പാസ്റ്ററിനോട് പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ രക്ഷിക്കപ്പെട്ടതായതുകൊണ്ട് ഒരു ദിവസം പാസ്റ്ററിനെ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് സ്നാനപ്പെടണം. അപ്പോൾ പാസ്റ്റർ സ്നാനത്തിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളെല്ലാം ഒരുക്കി, ഹസ്ബൻഡിൻ്റെ സ്നാനത്തിന് വേണ്ടി. അപ്പോഴും എൻ്റെ മനസ്സ് ഞാൻ പാസ്റ്ററിനോട് പറഞ്ഞില്ല, കാരണം എനിക്ക് സ്നാനപ്പെടണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ പാരമ്പര്യത്തെ പേടിച്ച് ഞാൻ പിന്മാറുകയാണ് ഉണ്ടായത്. എന്നാൽ സ്നാനപ്പെടാനായിട്ട് തീരുമാനമെടുത്ത് ഹസ്ബൻഡിൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചപ്പോൾ ഞാൻ എൻ്റെ ഒരു ഡ്രസ്സും കൂടെ എടുത്ത് വെച്ചു, എനിക്കും സ്നാനപ്പെടുവാൻ വേണ്ടി. അങ്ങനെ ഇവിടെ വന്ന് ഞാൻ പാസ്റ്ററിനോട് പറഞ്ഞു, പാസ്റ്ററെ എനിക്കും സ്നാനപ്പെടണം, പക്ഷേ ഫോട്ടോയോ വീഡിയോ ഒന്നും എടുത്തേക്കരുത്, കാരണം ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ, എൻ്റെ സമുദായത്തിലുള്ളവർ കണ്ടു കഴിഞ്ഞാൽ അതെനിക്ക് നാണക്കേടാണ്, അതുകൊണ്ട് സ്നാനപ്പെടുന്ന ഫോട്ടോയോ വീഡിയോ ഒന്നും എടുക്കരുത് എന്ന് മുൻകൂർ ഞാൻ പറയുവാനിടയായി തീർന്നു. അങ്ങനെ സ്നാനപ്പെട്ടു, ഞങ്ങൾ രണ്ടുപേരും സ്നാനപ്പെട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയി. ഞാൻ വീട്ടിൽ ചെന്ന ഉടനെ തന്നെ കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഉണ്ടായത്. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, നിക്കോദെമോസിനോട് കർത്താവ് പറയുന്നുണ്ട്, വീണ്ടും ജനിക്കണം, ഒരുത്തൻ വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ സ്വർഗരാജ്യം അവകാശമാക്കുവാൻ സാധിക്കത്തില്ലെന്ന് പറയുമ്പോൾ, കർത്താവെ ഞാൻ വെള്ളത്താൽ അല്ലെങ്കിൽ സ്നാനപ്പെടുവാൻ കർത്താവിനോട് യേശുക്രിസ്തുവിനോട് ചേരുന്ന സ്നാനം ഞാൻ ഇന്ന് ഏറ്റു. എന്നാൽ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ്, കൂടുതൽ എന്നെ വചനം പഠിപ്പിക്കണമേ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. കാരണം എനിക്കെതിരെ എൻ്റെ സമുദായത്തിലുള്ളവർ, എൻ്റെ വീട്ടുകാർ, എൻ്റെ സഹോദരങ്ങളെല്ലാം ചോദ്യങ്ങളുമായിട്ട് വരുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അപ്പോൾ അവരോട് പറയുവാൻ പാകത്തിന് എന്നെ ഒന്ന് പഠിപ്പിക്കണമേ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. അങ്ങനെ കർത്താവിനെ ഓരോ പടിപടിയായിട്ട് ദൈവവചനം കൂടുതലായിട്ട് പഠിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. അന്ന് ഞാൻ PHCയിലായിരുന്നത് കൊണ്ട് തന്നെ ഞാൻ അന്ന് ഡ്യൂട്ടിക്ക് കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ വചനവുമായിട്ട് കടന്നു പോകും. അവിടെ ഇരുന്ന് എനിക്കൊരു ഭയമോ ഒന്നും തോന്നിയില്ല. ഞാൻ ആ സമയങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ വചനം എടുത്ത് വായിക്കുമായിരുന്നു. എൻ്റെ കൂട്ടത്തിൽ സൗദികളൊക്കെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, വേറെ വിദേശികളായിട്ട് മലയാളികൾ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ വായിക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു, അവസരം തന്നു. അങ്ങനെ ഞാൻ ഇടയ്ക്ക് ഞങ്ങളുടെ വീട് തൊട്ടടുത്തായിരുന്നതുകൊണ്ട് പെട്ടെന്ന് ഇടയ്ക്ക് എനിക്ക് പ്രാർത്ഥിക്കുവാനൊരു പ്രേരണ വരുമ്പോൾ ഓടി വന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ എനിക്ക് ദൈവത്തിൻ്റെ വീണ്ടും ജനിച്ച ഒരു വ്യക്തിയും വീണ്ടും ജനിക്കാത്ത ഒരു വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസം കർത്താവ് ആദ്യമേ തന്നെ മനസ്സിലാക്കി തന്നു. കാരണം ആ സമയങ്ങളിൽ അന്ന് വരെയും ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്കും എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾക്കുമൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന ഞാൻ അന്നു മുതൽ നശിച്ചു പോകുന്ന ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. കാരണം ഈ സത്യമൊന്നും അറിയാതെ, ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഷോക്കായിരുന്നു. കർത്താവേ, ഇത്രയും നാളും ഈ സത്യങ്ങളൊക്കെ എനിക്ക് മറച്ചു വെച്ചിരുന്നല്ലോ, ഇത്രയും നാളും എനിക്ക് ഇതൊന്നും അറിയാനുള്ള ഭാഗ്യം ലഭിച്ചില്ലല്ലോ എന്നോർത്ത് ഞാൻ ദൈവസന്നിധിയിൽ കരയുമായിരുന്നു. അങ്ങനെ ഓരോ പടിപടിയായിട്ട് കർത്താവിൻ്റെ വചനം പഠിക്കുവാനും ആ ദൈവവചനത്തിലൂടെ പല കാര്യങ്ങളും മനസ്സിലാക്കുവാനും ദൈവം എനിക്ക് ഭാഗ്യം തന്നു. അതിന് ഒരു 2 ആഴ്ചയ്ക്ക് ശേഷമാണ് ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിച്ചു. കാരണം
ദമാമിലേക്ക് പല സഭയിലേക്ക് ഞങ്ങളുടെ സാക്ഷ്യം വന്ന് പറയണമെന്നൊക്കെ ആവശ്യപ്പെട്ട് ഓരോരുത്തർ വിളിച്ചപ്പോൾ ദൈവസന്നിധി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച കർത്താവേ എന്താണ് അവരോടൊക്കെ ചെന്ന് പറയേണ്ടത്. അപ്പോൾ ദൈവം എന്നോടൊരു ചോദ്യമാണ് ചോദിക്കുന്നത്, നീ പലരോടും ലോകത്തിലുള്ളവരോട് പറയാൻ പോകുന്നതിന് മുമ്പ് നീ നിൻ്റെ വീട്ടിൽ അറിയിച്ചോ? അന്ന് വരെയും രണ്ടാഴ്ചയായി എനിക്ക് വീട്ടിൽ പറയുവാൻ ഭയമാണ്. ഞാൻ പറഞ്ഞില്ല ആരോടും ഞങ്ങളിങ്ങനെ സ്നാനപ്പെട്ട കാര്യമൊന്നും. കർത്താവിനോട് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവവചനത്തിലൂടെ കർത്താവ് എന്നോട് ഇടപെട്ടു. മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം, ദേഹത്തെ കൊല്ലുവാൻ അധികാരമുള്ള മനുഷ്യനെ നീ എന്തിനു ഭയപ്പെടുന്നു? ദേഹത്തെയും ദേഹിയെയും ഒരുപോലെ നരകത്തിൽ തള്ളിയിടാൻ അധികാരമുള്ള ദൈവത്തെ ഭയപ്പെടുവിൻ എന്നുള്ള ഒരു വചനം കർത്താവ് എനിക്ക് തന്നു. വീട്ടുകാരൊക്കെ നിന്റെ ശത്രുക്കളായേക്കാം, എന്നാൽ എന്നേക്കാൾ അധികമായി നിന്റെ പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്നുള്ള വചനങ്ങളൊക്കെ കർത്താവ് എന്നിലൂടെ ഇടപെടുവാൻ ഇടയായി. അപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു ധൈര്യം ദൈവം എനിക്ക് തന്നു. ഉടനെ തന്നെ ഞാൻ ഫോൺ എടുത്ത് എൻ്റെ അമ്മയെ വിളിക്കുകയാണ് ചെയ്തത്. എൻ്റെ അമ്മയെ വിളിച്ച് ഞാൻ പറഞ്ഞു, അമ്മേ, എന്നോട് നിങ്ങൾക്ക് ദേഷ്യമൊന്നും തോന്നണ്ട, ദൈവവചനപ്രകാരം ഞങ്ങൾ കർത്താവിനോട് ചേരുന്ന വിശ്വാസ സ്നാനമേറ്റു എന്ന് പറഞ്ഞു. അപ്പോൾ നേരത്തെ അമ്മയ്ക്കൊക്കെ ഒരു ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു, ഇവർ ദൈവവചനം അനുസരിക്കുമോ അല്ലെങ്കിൽ സ്നാനപ്പെടുമോ എന്നുള്ള ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നന്നായി എന്നുള്ളൊരു ആക്കാണ് അമ്മച്ചി എന്നോട് പറഞ്ഞത്. അത് ഞാൻ ആ പോസിറ്റീവായിട്ട് തന്നെ ഏറ്റെടുക്കുവാനിടയായി. അന്നു മുതൽ ഇന്ന് വരെയും നന്നായി ജീവിക്കുവാനും കർത്താവായ യേശു ക്രിസ്തുവിനെ അറിഞ്ഞ് കർത്താവിനോട് ചേർന്ന് ജീവിക്കുവാനും കർത്താവ് ഞങ്ങൾക്ക് ഭാഗ്യം തന്നു. അതിനുശേഷം പല സ്ഥലങ്ങളിൽ പോയി കർത്താവിനെക്കുറിച്ച് പറയുവാനും സാക്ഷീകരിക്കാനും ഒക്കെ സഹായിച്ചു. അതുപോലെ ഞങ്ങൾ PHCയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പല അനുഭവങ്ങൾ ഞങ്ങൾക്കുണ്ടായി. പല അനുഭവത്തിലൂടെ കർത്താവ് ഞങ്ങളെ കടത്തിവിടുവാനിടയായി. പല സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി. ഞങ്ങളുടെ വീട്ടുകാരൊക്കെ ഞങ്ങളെ നിന്ദിച്ചു. പലരും ഫോൺ വിളിച്ച് ഞങ്ങളെ പല രീതിയിൽ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തു. എന്നാൽ അതിലൊന്നും തളർന്നു പോകാതെ ഇന്നും വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഓരോ സാക്ഷ്യം പറയുവാനാണെങ്കിൽ ഒരുപാട് പറയുവാനുണ്ട്. മുന്നോട്ട് കർത്താവ് ഞങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും ഞങ്ങളെ പരിപാലിക്കുന്ന കർത്താവിൻ്റെ ആ സ്നേഹം ഓർത്താൽ, കർത്താവ് നമുക്ക് വേണ്ടി സ്വന്തം ജീവനെ അല്ലെങ്കിൽ സ്വന്തം രക്തം വിലയായി തന്ന് നമ്മൾക്ക് വേണ്ടി കർത്താവ് മരിച്ച ആ നല്ല കർത്താവിനെ അറിയാനുള്ള ഭാഗ്യം ലഭിച്ചത് തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു അനുഗ്രഹമാണ്. അതൊരു ഭാഗ്യ പദവിയായിട്ട് തന്നെ ഞാൻ കണക്കാക്കുന്നു. പ്രൈസ് ലോർഡ്. എൻ്റെ പേര് സോന സോളമൻ. ഞാൻ ജോർജിയയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഈ ആത്മീയ കാഴ്ച എന്ന പ്രോഗ്രാമിലൂടെ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും സാക്ഷ്യം പറയാനൊരുക്കിയ ഈ അവസരത്തിനായി ഞാൻ യേശുവിനെ സ്തുതിക്കുന്നു. ഞാൻ എൻ്റെ 8ാം ക്ലാസ്സിൽ വെച്ചിട്ടാണ് ഞാൻ യേശുവിനെ അറിയുന്നത്. എൻ്റെ പപ്പയും മമ്മിയും ഒരു 2012 ആയപ്പം അവർ യേശുവിനെ അറിഞ്ഞ അവർ സൗദി വെച്ചിട്ടാണ് അവർ യേശുവിനെ അറിഞ്ഞ അവർ സ്നാനപ്പെടുകയൊക്കെ ചെയ്തത്. സോ ഞാൻ ഇനീഷ്യൽ ടൈമിൽ ഐ വാസ് കൈൻഡ് ഓഫ് റിലക്റ്റൻറ്റ് ബിക്കോസ് എനിക്ക് ബൈബിളൊന്നും അറിയില്ല. അറ്റ് ദ സെയിം ടൈം ഞാൻ ഉണ്ടായിരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട്, ആ ഒരു കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിൽ ഐ വാസ് കൈൻഡ് ഓഫ് അറ്റാച്ച്ഡ്. എനിക്കതായിരുന്നു കുറച്ചും കൂടി ഇഷ്ടം. ഓക്കെ, അപ്പോൾ എനിക്കൊന്നും അറിയില്ലെങ്കിൽ പോലും ഞാൻ ജനിച്ച് വളർന്ന ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം. ലൈക്ക് ഇപ്പോഴും ഐ റിമെമ്പർ, ലൈക്ക് ഞാൻ നാട്ടിൽ നിന്ന് ഞാൻ വെക്കേഷൻ കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ട് ലൈക്ക് സൗദിയിലോട്ട് തിരിച്ചു വന്ന സമയത്തൊക്കെ ഐ യൂസ് ടു ക്യാരി ദിസ് മാതാവിൻ്റെ ഇമേജസൊക്കെ സ്റ്റാച്യൂസൊക്കെ ഐ യൂസ് ടു ക്യാരി. എന്നിട്ട് എൻ്റെ വാളിലൊക്കെ ഞാനിങ്ങനെ വെച്ച് ഐ യൂസ് ടു പ്രേ. അപ്പം എൻ്റെ കുഞ്ഞുനാളിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. സോ ഒന്നും അറിയാത്ത ആ ഒരു പ്രായത്തിൽ പോലും എന്നോടൊരു വാക്യം ചോദിച്ചാൽ എനിക്കറിയില്ല ആ ഒരു അവസ്ഥയാണ്. സോ ആ സമയത്ത് പോലും എൻ്റെ പപ്പയും മമ്മിയൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ, അല്ലെങ്കിൽ ഞങ്ങൾ 3 പേരെടുത്തും ഒരേപോലെ ഇങ്ങനെ പറയുമായിരുന്നു. ഒരു ഫോഴ്സ് ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല, പക്ഷെ അവർ പറഞ്ഞു തരുമായിരുന്നു, അത് യേശു യഥാർത്ഥ യേശു ഇതാണ്, അല്ലെങ്കിൽ ബൈബിൾ വായിക്കുക, യു അണ്ടർസ്റ്റാൻഡ് എന്നൊക്കെ, ഞങ്ങളുടെ ബൈബിൾ വായിക്കുക എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷെ എങ്കിൽ പോലും എനിക്ക് അതൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല പ്രായത്തിൽ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യാനും ലൈക്ക് വായിക്കാനും പോയില്ലായിരുന്നു ആ സമയത്ത്. ഓക്കെ, അങ്ങനെ ഇരിക്കെ ഞാനൊരു സ്വപ്നം കണ്ടു. ഓക്കെ, അപ്പം ഞാൻ ഈ വിശ്വാസത്തിൽ വരാനും അല്ലെങ്കിൽ ഇപ്പം നിങ്ങളോട് ഈ സാക്ഷ്യം ഷെയർ ചെയ്യാനുള്ളൊരു കാരണം ആ ഒരു സ്വപ്നമാണ്. പക്ഷെ ഞാൻ അതിനെ ഒരു സ്വപ്നം എന്നെനിക്ക് വിളിക്കാൻ പറ്റില്ല, ഞാൻ അതിനൊരു എൻകൗണ്ടർ വിത്ത് ഗോഡ് എന്ന് പറയാം. ഓക്കെ, സോ ഞാൻ ആ സ്വപ്നം കാണുന്ന ആ രാത്രി, ഓക്കെ, സോ സ്വപ്നത്തിനെ പറ്റിയാണ് ഞാൻ ഈ എൻറ്റയർ ടെസ്റ്റിമോണിയിൽ അല്ലെങ്കിൽ ഈ എൻറ്റയർ സാക്ഷ്യത്തിൽ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. സോ ഞാൻ ആ ഒരു സ്വപ്നം കാണുന്നതിൻ്റെ രാത്രി എനിക്ക് നെക്സ്റ്റ് ദിവസം ഒരു എക്സാം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ആ എക്സാമിൻ്റെ പ്രീവിയസ് രാത്രി ഞാൻ എൻ്റെ ലിവിങ് റൂമിലിരുന്ന് ഐ എം ആക്ച്വലി വാച്ചിങ് റാൻഡം TV ഷോ, ഏതൊരു TV ഷോ. ഓക്കെ, ഞാൻ കാണുക. സോ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറയാൻ നോക്കാം, ബിക്കോസ് എനിക്ക് ടൈം ലിമിറ്റഡ് ആണ്. സോ ഐ വിൽ ട്രൈ ടു ഷെയർ ആസ് മച്ച് ആസ് പോസിബിൾ. സോ ഞാനിങ്ങനെ ഇരുന്ന് ഞാൻ TV കാണുക, ഇത് റാൻഡം ആയിട്ടുള്ള.
പെട്ടെന്ന് തന്നെ എൻ്റെ പപ്പയും മമ്മിയും എൻ്റെ അടുത്ത് വന്നിരുന്നു. ദേ ചേഞ്ച്ഡ് ദ ചാനൽ ടു സം സെർമൺ, ഏതൊരു സെർമൺ വെച്ചു. അപ്പം ഞാനിത് കണ്ടപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അവിടെ നിന്ന് എണീറ്റ് ഞാൻ ബെഡ്റൂമിലോട്ട് പോയി. ഓക്കെ, അപ്പം ഞാൻ യൂഷ്വലി ഞാൻ ഉറങ്ങുന്ന ടൈമൊക്കെ ഇറ്റ്സ് കൈൻഡ് ഓഫ് ലേറ്റ്. ഓക്കെ, പക്ഷേ ആ ദിവസം ഞാൻ ഐ സ്ലെപ്റ്റ് കൈൻഡ് ഓഫ് ഏർലി, ഒരു 11 ഒക്കെ ആയപ്പം ഞാൻ കിടന്നതും ഞാൻ ഉറങ്ങിപ്പോയി. ഓക്കെ, അപ്പം ഞാനൊരു സ്വപ്നം കാണുക. സ്വപ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ, എൻ്റെ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ ഞാനിങ്ങനെ നിൽക്കുക. ഓക്കെ, ഞാൻ നിൽക്കുമ്പം ഞാൻ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രീസും പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഇസ് ഫ്ലോട്ടിങ് ഇൻ ദി എയർ മൊത്തം. ഓക്കെ, ആൻഡ് റോഡൊക്കെ ഇങ്ങനെ വേവി ആയിട്ടൊക്കെ ഇരിക്കുക, റോഡും വേവി ആയിട്ടിരിക്കുന്നു, പിന്നെ തിങ്സ് ആർ ഫ്ലോട്ടിങ് ഇൻ ദി എയർ. അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ ഇറ്റ്സ് കൈൻഡ് ഓഫ് അബ്നോർമൽ, ഞാനിങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. അറ്റ് ദ സെയിം ടൈം വേറെ കാഴ്ച കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ സൺ ഇസ് ടേണിങ് ഡാർക്ക്. ഓക്കെ, ദ സൺ ഇസ് ടേണിങ് ഡാർക്ക്. ഓക്കെ, അപ്പം ഞാൻ വേറെ കാര്യം പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ലൈക്ക് ഈ ഒരു ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ഈ സ്വപ്നത്തിന് നേരത്തെ ഈ പ്രയറായിട്ട് ഞാൻ ബൈബിൾ അങ്ങനെ വായിച്ചിട്ടൊന്നുമില്ല. ലൈക്ക് എനിക്ക് ബൈബിളിൻ്റെ ആ ഒരു റെവലേഷൻ ചാപ്റ്റർ അല്ലെങ്കിൽ റെവലേഷൻ അല്ലെങ്കിൽ ആ ഒരു അതിനുള്ള ലൈക്ക് ഞാൻ ബേസിക്കലി സ്വപ്നത്തിൽ കാണുന്ന ഇൻസിഡൻസ് ഒന്നും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ ഒന്നും ഞാൻ വായിച്ചറിഞ്ഞതൊന്നുമല്ല. ഓക്കെ, സോ ഈവൻ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു ഇൻഫർമേഷൻ അല്ലാതെ ചില വാക്യങ്ങളൊക്കെ അല്ലാതെ എനിക്ക് ബൈബിൾ അങ്ങനെ വായിച്ച് പരിചയമില്ല. ബൈബിൾ ABCD പോലും എനിക്ക് ആ സമയത്ത് അറിയില്ല. സോ ഞാൻ കാണുന്ന കാര്യങ്ങളൊക്കെ ഇറ്റ്സ് അബ്നോർമൽ ടു മീ, ബിക്കോസ് ഞാൻ ഇതൊന്നും എനിക്ക് അറിയാത്ത അല്ലെങ്കിൽ ഞാൻ കാണാത്ത കാര്യങ്ങളൊക്കെ. സോ ഞാൻ കാണുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ദ സൺ ഇസ് ടേണിങ് ഡാർക്ക്, ഇറ്റ്സ് ടേണിങ് ബ്ലാക്ക്. അപ്പോൾ ഇത് കണ്ടപ്പം ഞാൻ പെട്ടെന്ന് പേടിച്ച് ഞാൻ എൻ്റെ വീടിൻ്റെ അകത്തോട്ട് ഞാൻ ഓടിപ്പോയി. അപ്പോൾ എൻ്റെ പപ്പയും മമ്മിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ഓടിപ്പോയിട്ട് ഞാനിങ്ങനെ പോയ സമയത്ത് എൻ്റെ പപ്പയും മമ്മിയും എൻ്റെ അനിയത്തിമാരും ഒക്കെ അവർ ഒരുങ്ങുക. ഓക്കെ, ദേ ഗെറ്റിങ് റെഡി ടു ഗോ സംവെയർ. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ഞാൻ ചോദിച്ചു, മമ്മി എവിടെ പോവാ? ഞാനിങ്ങനെ ചോദിച്ചു. അപ്പം മമ്മി പറഞ്ഞു ഞങ്ങൾ സ്വർഗത്തിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പം ഐ വാസ് ലൈക്ക് സ്വർഗത്തിലോ? എന്നെ കൂട്ടാതെയോ? ബിക്കോസ് നിങ്ങൾ സാധാരണ അവിടെ പോയിട്ടുണ്ടെങ്കിൽ എന്നെ കൂട്ടുന്ന ആളല്ല, ലൈക്ക് എന്താ കൂട്ടാത്തതെന്ന് ചോദിച്ചപ്പം മമ്മി പറഞ്ഞു നിനക്ക് വരാൻ പറ്റില്ല എന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ ആദ്യം ഞാനൊന്ന് ഷോക്കായെങ്കിൽ പോലും ഐ വാസ് ലൈക്ക് ഓക്കെ ലെറ്റ് ഇറ്റ് ബി, എന്തപ്പോ എന്നുള്ള ഒരു കൈൻഡ് ഓഫ് ഇതായി എനിക്ക്. അപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ ബെഡ്റൂമിലോട്ട് പോയി. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പം ഞാൻ നെക്സ്റ്റ് കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുക. എൻ്റെ പപ്പയും മമ്മിയും എൻ്റെ സിസ്റ്റേഴ്സ് അവർ വണ്ടി കയറി അവർ പോവാം. ഓക്കെ, അപ്പം ഞാൻ ഐം സ്റ്റാൻഡിങ് ദെയർ, ഐം വേവിങ് ദം ഗുഡ് ബൈ ആൻഡ് ഐം സ്റ്റാൻഡിങ്. നെക്സ്റ്റ് ഞാൻ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങ് നിൽക്കുമ്പം എൻ്റെ തൊട്ടടുത്ത് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഓക്കെ ഒരു ബ്രോഡ്കാസ്റ്റിംഗ് ടെലിവിഷൻ വെച്ചിട്ടുണ്ട്. റിയാലിറ്റിയിൽ അങ്ങനത്തെ ടെലിവിഷനില്ല, അപ്പം തന്നെ ഞാൻ സ്വപ്നത്തിൽ അങ്ങനത്തെ ടെലിവിഷനുണ്ട് അവിടെ. അപ്പം ഞാൻ കാണുമ്പം അവിടെ കുറേ അറബ്സൊക്കെ എൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഷോക്കായി അവരിങ്ങനെ കാണുക, എന്തൊക്കെയോ ലൈവായിട്ടൊരു ന്യൂസ് കാണുക. അപ്പം നോക്കുമ്പം അവിടെ കാണുന്ന ന്യൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ലോക്കസ്റ്റ്സ് ഒക്കെ, മനുഷ്യന്മാരുടെ സൈസിലുള്ള കുറേ ലോക്കസ്റ്റ്സ് ഒക്കെ നിന്ന് അവർ മനുഷ്യന്മാരെ കുത്തി അവർ ധൂപിപ്പിച്ച് അവർ ഓടിപ്പിക്കുന്ന ഒരു സീനാണ് ഞാൻ കാണുന്നത്. ഇത് കണ്ടപ്പം ഞാൻ പേടിച്ചു. ഓക്കെ, ഞാൻ പെട്ടെന്ന് പേടിച്ചു. ബിക്കോസ് ഇതെല്ലാം ഞാൻ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത കാര്യങ്ങളാണല്ലോ. അപ്പോൾ ഇത് കണ്ട് പേടിച്ച് ഞാൻ എൻ്റെ പപ്പയുടെ മമ്മിയുടെ ആ വണ്ടിയുടെ പുറകെ ഞാൻ ഓടുക. ഓക്കെ, ഞാൻ ഓടിച്ചെന്ന ആ ടൈമിൽ ഒരു ട്രക്ക് വന്ന് എന്നെ പെട്ടെന്ന് ഇടിച്ചു. ഓക്കെ, എന്നെ ഇടിച്ച് ഞാൻ വീണു പെട്ടെന്ന് ഞാൻ കോൺഷ്യസ് സ്റ്റേറ്റിൽ വന്ന സമയത്ത് ഞാൻ കാണുന്ന കാഴ്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ മൂൺ ഇസ് ടേണിങ് റെഡ്, ബ്ലഡി റെഡ്. ഓക്കെ, നല്ല റെഡായി മാറുന്നു. മൊത്തം സ്കൈ മൊത്തം റെഡാവും പിന്നെ. ഓക്കെ, ഇത് കണ്ടതും എൻ്റെ ഉള്ള ജീവൻ പോയി. ഞാൻ പെട്ടെന്ന് ആ വണ്ടി ലൈക്ക് പപ്പയും മമ്മിയും വണ്ടി നിർത്തി, ബിക്കോസ് ഞാൻ ഇടിച്ചല്ലോ. അപ്പോൾ ഞാൻ അപ്പം തന്നെ എണീറ്റ് ഞാൻ പപ്പയുടെ മമ്മി അടുത്ത് ഞാൻ പോയി പറഞ്ഞു, മമ്മി പപ്പ അറ്റ്ലീസ്റ്റ് ഞാൻ സ്വർഗം വരെ ഞാൻ നിങ്ങളോട് കയറിക്കോട്ടെ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞപ്പോൾ മമ്മി പറഞ്ഞു ഓക്കെ കയറിക്കോളാൻ പറഞ്ഞു. ഞാൻ കയറി വണ്ടിയിലിരുന്നു. ഓക്കെ, എല്ലാവരും കൂടെ. അപ്പം ഞാൻ ആ യാത്രയിൽ ഞാൻ കുറേ ആലോചനകൾ എൻ്റെ മനസ്സിൽ കൂടെ പോയി. ഓക്കെ, ഐ വാസ് റിഗ്രറ്റിങ് എ ലോട്ട് ഓഫ് തിങ്സ്. ഞാൻ എൻ്റെ ഡിസിഷൻസൊക്കെ ഒന്ന് മാറ്റിയിരുന്നെങ്കിൽ എന്നുള്ള ഒരു ചിന്തകൾ എൻ്റെ മനസ്സിൽ കൂടെ കുറേ പോയി. ഞാൻ കുറേ ചിന്തിച്ചു ആ ഒരു യാത്രയിൽ. പിന്നെ ഞാൻ നെക്സ്റ്റ് കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു വലിയൊരു ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുക. ഓക്കെ, നെക്സ്റ്റ് കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുക, വണ്ടി നിർത്തിയിട്ടേക്കുന്ന ബാക്കിൽ. ഞങ്ങൾ 5 പേരും ഞങ്ങൾ ഇറങ്ങി നിന്ന് ഒരു വലിയൊരു ഹ്യൂജ് ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുക. ഇറ്റ് വാസ് ലൈക്ക് സിൽവറി ഗോൾഡൻ കൈൻഡ് ഓഫ് എ ഗേറ്റ്, വലിയൊരു ഗേറ്റാണ്. അപ്പോൾ അതിൻ്റെ ഞാൻ ഇതൊരു കാണാത്ത കൈൻഡ് ഓഫ് ഗേറ്റ് ആയിരുന്നു, ഒരു സ്ഥലമായിരുന്നു ബേസിക്കലി, ഗേറ്റ് മാത്രമല്ല സ്ഥലവും. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കുമ്പം പെട്ടെന്ന് ആ ഗേറ്റ് തുറന്ന ഒരാൾ ഇങ്ങനെ നടന്ന് ഫ്രണ്ടിലോട്ട് വന്നു. ഓക്കെ, ദ പേഴ്സൺ വാസ് വെയറിങ് എ വൈറ്റ് റോബ്. ഓക്കെ, അപ്പം ഞാൻ അയാളുടെ ഫേസിലോട്ട് ഞാൻ നോക്കാൻ വേണ്ടി ഇങ്ങനെ, ആൻഡ് ഹി വാസ് സോ ടോൾ. ഓക്കെ, അപ്പം ഞാനിങ്ങനെ ഫേസിലോട്ട് നോക്കാൻ വേണ്ടി ഞാൻ എൻ്റെ തല ഉയർത്തിയതും അയാളുടെ ഫേസ് വാസ് സോ ബ്രൈറ്റ് ദാറ്റ് എനിക്ക് എൻ്റെ കണ്ണുകൾ കൊണ്ട് എനിക്ക് നോക്കാൻ പറ്റാത്ത ആ ഒരു പ്രകാശമായിരുന്നത്. ഓക്കെ, ഈവൻ സണ്ണിനെക്കാളും ഇപ്പം നമുക്ക് സണ്ണിന് അറ്റ്ലീസ്റ്റ് ഒരു ഗ്ലാൻസ് കൊടുത്തെങ്കിൽ നമുക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റും ഷേപ്പൊക്കെ. പക്ഷെ ഇത് എനിക്ക് അങ്ങനത്തെ പോലും ഫിഗർ ഔട്ട് ചെയ്യാനുള്ള ഒരു ഗ്ലാൻസ് വെച്ച് പോലും ഐ കാൺട്ട് ലൈക്ക്
പുട്ട് മൈ ഐസ് ഓൺ ദ പേഴ്സൺ ബിക്കോസ് ആ ഒരു ഫേസ് വാസ് സോ ബ്രൈറ്റ്. ഓക്കെ, അപ്പം എനിക്ക് എൻ്റെ കണ്ണുകൾക്ക് വേദന എടുക്കുമായിരുന്നു. സോ ഞാൻ എൻ്റെ കണ്ണ് പെട്ടെന്ന് മാറ്റി ഞാൻ താഴോട്ട് നോക്കി. അയാളുടെ വെള്ള റൂബിലോട്ട് മാത്രം ഞാൻ ഫോക്കസ് ചെയ്തു. നെക്സ്റ്റ് ഞാൻ കേൾക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ പറയുന്നത് ഇസ് ഫോളോ മീ. അപ്പം ആ ഒരു വാക്ക് അല്ലെങ്കിൽ ആ ഒരു ഇത് വാസ് കൈൻഡ് ഓഫ്, ആ ഒരു വോയിസ് വാസ് കൈൻഡ് ഓഫ് അൺനാച്ചുറൽ. ഇറ്റ് വാസ് നോട്ട് ഹ്യൂമൻലി, ഇറ്റ് വാസ് ഡിഫറെൻറ്റ്. അപ്പം തന്നെ എൻ്റെ പപ്പയും മമ്മിയും എൻ്റെ അനിയത്തിമാരും അത് കേട്ട ഉടനെ അവർ ഫോളോ ചെയ്ത്, ആളെ ഫോളോ ചെയ്ത് അല്ലെങ്കിൽ ഗേറ്റ് തുറന്ന് ആളിങ്ങനെ നടന്നു പോവേ അയാളെ ഫോളോ ചെയ്ത് ഒരു ബ്രിഡ്ജിൻ്റെ മണ്ടയിൽ കൂടെ അവർ നടന്നു പോവാം. ഓക്കെ, അപ്പം ഞാനിങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പം അവരെൻ്റെ സൈറ്റിൽ നിന്ന് മറന്നുപോയി. ഓക്കെ, അപ്പം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, അവരെൻ്റെ സൈറ്റിൽ നിന്ന് മറന്നുപോയി. പെട്ടെന്ന് ഞാൻ വിചാരിച്ചു ഓക്കെ എൻ്റെ സിസ്റ്റേഴ്സിന് പോകാമെങ്കിൽ എനിക്കും എന്താ പോയാൽ ഓക്കെ, ബിക്കോസ് എൻ്റെ സിസ്റ്റേഴ്സിന് പോകാമെങ്കിൽ അപ്പം. പക്ഷേ എൻ്റെ മനസ്സിൽ കൂടെ പോകുന്നില്ല, അവർ കുഞ്ഞുങ്ങളാണ് എന്നുള്ള കാര്യമൊന്നും എൻ്റെ മനസ്സിൽ കൂടെ പോകുന്നില്ല. അപ്പോൾ ഐ വാസ് ലൈക്ക് ഓക്കെ, എന്നെ പോലെയാണല്ലോ എൻ്റെ സിസ്റ്റേഴ്സും, പിന്നെ ഞാനങ്ങനെ ഡിഫറെൻ്റ് ആവുന്നത്. അപ്പോൾ ഐ വാസ് ലൈക്ക് ഓക്കെ ഫൈൻ, ഞാനും പോവാം എന്ന രീതിയിൽ ഞാൻ എൻ്റെ കാലെടുത്ത് ഞാനിങ്ങനെ വെച്ചതും ആ ബ്രിഡ്ജ് ബ്രേക്കായി ഞാൻ താഴെ ഇങ്ങോട്ട് വീഴുക. ഓക്കെ, ഐ ആം ഫോളിങ് ഇൻ ടു സം ഡാർക്ക്നെസ്. ഓക്കെ, ലൈക്ക് ഐ ഫെൽ ലൈക്ക് ഐ എം ഫോളിങ് ഇൻ ടു എ പെറ്റ് പോലെ, ഒരു കുഴിയിലോട്ട് വീഴുന്ന പോലെ ഒരു ഫീലിംഗ്. ബിക്കോസ് ഞാൻ നിന്ന സ്ഥലം വേറെ, ഞാൻ വീണുകൊണ്ടിരിക്കുന്ന സ്ഥലം വേറെ പോലെ എനിക്ക് തോന്നി. ബിക്കോസ് ഞാൻ അടുക്കും തോറും ദ പ്ലേസ് വാസ് ഗെറ്റിംഗ് ഡാർക്കർ. ഓക്കെ, ആൻഡ് ദാറ്റ് ടു ദ ടെമ്പറേച്ചർ വാസ് ഗെറ്റിംഗ് ഹയർ. ലൈക്ക് നല്ല ഹൈ ആവുന്നത് എന്ന് വെച്ചാൽ നല്ല ഹൈ. ഓക്കെ, എനിക്ക് ഒരു മനുഷ്യന് അനുഭവിക്കാൻ പറ്റാത്ത ഒരു ഹീറ്റ് എനിക്ക് അവിടെ എക്സ്പീരിയൻസ് ചെയ്യുമായിരുന്നു ഞാൻ. അപ്പം ഞാനിങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന ടൈമിൽ ഞാൻ അവസാനം ഇവിടെ എത്തി. ഓക്കെ, ഞാൻ എത്തി കഴിഞ്ഞപ്പം എനിക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. ബിക്കോസ് ഇറ്റ് വാസ് സോ ഡാർക്ക്, എനിക്കൊന്നും കാണുന്നില്ല. അറ്റ് ദ സെയിം ടൈം നല്ല ഹീറ്റായിരുന്നു. ഇറ്റ് വാസ് ഗെറ്റിംഗ് ലൈക്ക് ഇറ്റ് വാസ് ഹിറ്റിംഗ് മൈ നെർവ്സ് ദാറ്റ് ഇറ്റ് വാസ് ലൈക്ക് ആക്ച്വലി എൻ്റെ അകത്തൊക്കെ എന്നെ നല്ല എഫക്റ്റ് ചെയ്യുന്ന പോലെ, എന്നെ ഇൻറ്റേർണലി എന്നെ കുറേ എഫക്റ്റ് ചെയ്തൊരു കൈൻഡ് ഓഫ് ഹീറ്റായിരുന്നു എനിക്ക് ആ സമയത്ത് ഫീൽ ചെയ്തത്. അപ്പം ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പം എനിക്ക് എന്തെങ്കിലും കാണണമല്ലോ, നമ്മളിങ്ങനെ നോക്കുമല്ലോ. അപ്പം നോക്കുന്ന സമയത്ത് ഞാൻ കാണുന്ന കാഴ്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലതൊക്കെ എനിക്ക് കാണാം. ഇപ്പം ഞാൻ ഇങ്ങനെ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റിവർ, ഐ ക്യാൻ സി എ റിവർ. ഓക്കെ, ഫുൾ ഓഫ് ലാവ, ലൈക്ക് ലാവ പോലെ ഇങ്ങനെ ബോയിലിംഗ് ആയിട്ടുള്ള റിവർ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ആ റിവറിൻ്റെ അകത്തുനിന്ന് ലൈക്ക് ഒരു ഫയറി റിവർ. ഓക്കെ, അപ്പോൾ ആ റിവറിൻ്റെ അകത്തുനിന്ന് അവിടുത്തെ ലൈറ്റ് കാരണം എനിക്ക് ചില കാര്യങ്ങളൊക്കെ കാണാം. അപ്പം ഞാൻ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ മനുഷ്യന്മാരിങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നടക്കുന്നത്. ഐ ക്യാൻ സീ ദം സ്ട്രഗ്ലിങ് ടു വാക്ക്. അവർ ഈവൻ സ്റ്റാൻഡ് ചെയ്ത് നിൽക്കാൻ പോലും അവർ സ്ട്രഗിൾ ചെയ്യുക. അപ്പം ചില ആൾക്കാരെ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്, എനിക്ക് അറിയുന്ന കുറച്ച് ആൾക്കാരെ ഞാൻ അവിടെ കണ്ടു ആ സമയത്ത്. ഓക്കെ, അപ്പോൾ ഇത് കണ്ടപ്പം ഞാൻ ഷോക്കായി. എനിക്കറിയില്ല ഞാനിപ്പോൾ എവിടെ എത്തിപ്പെട്ടേക്കുന്നതെന്ന് ഐ ഡോണ്ട് നോ. സോ ഞാൻ അവിടെ നിന്ന് ഐ ആം ലൈക്ക് ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. ഐ വാസ് ലൈക്ക് ലെഫ്റ്റ് അലോൺ. എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. സോ ഐ വാസ് ലൈക്ക് ഐ സ്റ്റാർട്ടഡ് ക്രൈയിങ് ആൻഡ് ഞാൻ അവിടെ മുട്ടുകൊത്തിയിരുന്ന് ഐ സ്റ്റാർട്ടഡ് ക്രൈയിങ്. ഞാൻ അവിടെ നിന്ന് ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. ലൈക്ക് ഐ ഡോണ്ട് നോ, ഞാൻ അവിടെ നിന്ന് ഐ വാസ് ലൈക്ക് ഐ ഫെൽ ലൈക്ക് ഐ വാസ് അലോൺ. ഓക്കെ, സോ ഐ വോണ്ടഡ് സം ഹെൽപ്പ് ഫ്രം സമ്മൺ ടു ടേക്ക് മീ ഔട്ട് ഓഫ് ഹിയർ. അപ്പം അതേപോലെ ഞാൻ അവിടെ നിന്ന് ഐ സ്റ്റാർട്ടഡ് ക്രൈയിങ്. എന്നിട്ട് ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ, ഐ ഡോണ്ട് നോ, ഞാനിങ്ങനെ കരയുക ബിക്കോസ് എനിക്ക് നല്ല വേദനയുണ്ട്. ആ ഹീറ്റ് കാരണം, ആ ചൂട് കാരണം എനിക്ക് നല്ല വേദന. ലൈക്ക് ഐ കാൺട്ട് സ്റ്റാൻഡ്, ഐ കാൺട്ട് ടോളറേറ്റ് അതേപോലെ വേദന. അപ്പം ഞാൻ അവിടെ ഇരുന്ന് ഐ സ്റ്റാർട്ടഡ് ക്രൈയിങ്. പെട്ടെന്ന് ഞാൻ അതേ ആളെ, ലൈക്ക് ഞാൻ നേരത്തെ കണ്ട അതേ വെള്ള റോബിട്ട ആളെ ഞാൻ എൻ്റെ ഫ്രണ്ടിൽ കാണുക. ആൾ എൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്ന് ഞാൻ പെട്ടെന്ന് കാണുന്നത്. ഓക്കെ, ഞാൻ കരഞ്ഞതും കുറച്ച് നേരം കഴിഞ്ഞ് പെട്ടെന്ന് ആൾ വന്നു, ഞാൻ കാണുന്ന കാഴ്ച. അപ്പം ആൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, നിനക്ക് തിരിച്ചു പോവാം. നീ തിരിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നീ സ്നാനപ്പെട്ടില്ലെങ്കിൽ യു വിൽ കം ബാക്ക് ടു ദ സെയിം പ്ലേസ് എന്ന് എന്നോട് ഈ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു. ഓക്കെ, എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞതും ഐ വാസ് ലൈക്ക് ഓക്കെ ഫൈൻ. അപ്പം എനിക്കൊരു ഓപ്ഷൻ ഉണ്ട്, ഐ ക്യാൻ ഗോ ബാക്ക്, ഐ ക്യാൻ ചേഞ്ച്, അപ്പോൾ എനിക്കൊരു ഓപ്ഷൻ ഉണ്ട്, ഐ ക്യാൻ ഗോ ബാക്ക്, ഐ ക്യാൻ ജസ്റ്റ് ഗെറ്റ് ഔട്ട് ഓഫ് ദിസ് പ്ലേസ്, ഐ ക്യാൻ ഗോ ബാക്ക്. അപ്പോൾ എനിക്കൊരു ഓപ്ഷൻ ഉള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് ആ സമയത്ത് വന്നു. അപ്പോൾ ഐ വാസ് ലൈക്ക് ഓക്കെ ഫൈൻ, ഐ ഗോ ബാക്ക്, ഐ ജസ്റ്റ് ഫൊർഗിവ് മീ, ഐ ഗോ ബാക്ക്, ഐ ചേഞ്ച്, ഐ ഗെറ്റ് ബാപ്റ്റൈസ്ഡ്. ഞാൻ ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ പറയാൻ തുടങ്ങി. ബിക്കോസ് എനിക്ക് അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നായിരുന്നു ആ സമയത്ത്. എന്നിട്ട് ഞാൻ നെക്സ്റ്റ് കാണുന്ന കാഴ്ച എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ബെഡിലാണ്. ഞാൻ എണീറ്റു. ഓക്കെ, ഐ വാസ് ഇൻ മൈ ബെഡ്. ഞാൻ എണീറ്റ് ഞാൻ എൻ്റെ ചുറ്റും മൊത്തം വെള്ളമായിരുന്നു. ഓക്കെ, ഇറ്റ് വാസ് ലൈക്ക് എ പൂൾ ഓഫ് വാട്ടർ. ഞാൻ കരയുക. ഞാൻ നോക്കുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഒരു സെൻസിൽ വന്നു. ഞാൻ എണീറ്റു. ഞാൻ നോക്കുമ്പോൾ ഐ എം ക്രൈയിങ്, ലൈക്ക് ലിറ്ററലി ടീയേഴ്സ് ഒക്കെ എൻ്റെ കണ്ണിൽ നിന്ന് വരുന്നു. ഞാൻ കരയുന്നു. ഞാൻ ഒരു പൂൾ ഓഫ് വാട്ടറിന് നടുക്ക് ഇങ്ങനെ കിടക്കുക. ഞാൻ ഇരുട്ടത്ത് ഞാൻ എണീറ്റ് എൻ്റെ സിസ്റ്ററിനൊക്കെ തട്ടി വിളിച്ച് എണീപ്പിച്ചു. ഞാൻ എണീറ്റു. എന്നിട്ട് ഞാൻ എൻ്റെ പപ്പയുടെ മമ്മിയുടെ റൂമിലോട്ട് ഞാൻ പോയി.
എന്നിട്ട് ഞാൻ അവരോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ മമ്മിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, അത് നീ കണ്ട ആള് വേറെ ആരുമല്ല, യേശു ആണെന്ന്. ബിക്കോസ് റെവലേഷനിൽ പറഞ്ഞിരിക്കുന്ന അതേ ഡിസ്ക്രിപ്ഷൻ, ലൈക്ക് മമ്മി പിന്നെ പറഞ്ഞു, ഓക്കെ റെവലേഷനിൽ കണ്ട അതേ ഡിസ്ക്രിപ്ഷനിലാണ് ഞാൻ കണ്ടത്, അതെ ലൈക്ക് അപ്പം ഞാൻ യേശു ക്രിസ്തുവിനെ ആണ് കണ്ടതെന്നാണ് എനിക്ക് പിന്നെ മനസ്സിലായത്. അപ്പം ഞാൻ ഇങ്ങനെ കണ്ടു കഴിഞ്ഞ് ഞാൻ പിന്നെ ആ ദിവസം തൊട്ട് അപ്പോൾ തൊട്ട് ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി. ഓക്കെ, ഐ ഫെൽ ലൈക്ക് എന്തോ എൻ്റെ ഫാമിലിയുള്ള ബാക്കിയുള്ളവരെ പോലെയല്ല, എന്നെ ഒരു ഡിഫറെൻറ്റ് കോളിംഗ് ആണ് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ ആ ദിവസം തൊട്ട് ഐ സ്റ്റാർട്ടഡ് റീഡ്. ഈവൻ ആ സ്വപ്നം കണ്ട അപ്പം തന്നെ ഞാൻ റൂമിൽ പോയി ഞാൻ ബൈബിൾ എടുത്ത് വായിക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പം ഞാൻ ആ ദിവസം തൊട്ട് ഐ സ്റ്റാർട്ടഡ് റീഡിങ് ദ ബൈബിൾ. ലൈക്ക് ഞാൻ ബൈബിൾ മൊത്തം സ്റ്റാർട്ടിങ് തൊട്ട് ഞാൻ വായിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ നെക്സ്റ്റ് വർഷം തന്നെ ഞാൻ ബാപ്റ്റിസം എടുത്തു. സോ എനിക്ക് ഈ സാക്ഷ്യത്തിലൂടെ എന്താ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നോ മാറ്റർ വെയർ യു ഗോ, ഓക്കെ, എത്ര ദൂരം പോയാലും എത്ര ഫാറ് പോയാലും, ഓക്കെ, ഗോഡ് വിൽ കം അപ്പ് വിത്ത് എ പ്ലാൻ. ഓക്കെ, നമ്മൾ എത്ര നോ മാറ്റർ വെയർ വി ഗോ, നോ മാറ്റർ വെയർ ലൈക്ക് എവിടെ പോയാലും എത്ര ദൂരം പോയാലും ദൈവം വിൽ കം ആഫ്റ്റർ യു, ഗോഡ് വിൽ കം ആഫ്റ്റർ യു, യേശു വിൽ കം ആഫ്റ്റർ യു ബേസിക്കലി. അപ്പോൾ യേശു വിൽ കം ആഫ്റ്റർ യു ആൻഡ് ഹി വിൽ ഗെറ്റ് യു ബാക്ക്. ഓക്കെ, സോ ഇപ്പം നിങ്ങൾ യേശുവിനെ അറിയാത്ത ഒരാളാണെങ്കിൽ ഐ വോണ്ട് ടു ടെൽ യു സംതിങ്, നിങ്ങൾ ബൈബിൾ എടുത്ത് വായിക്കുക. ഓക്കെ, ആ ബൈബിൾ ഒരു ഷെൽഫിൽ വെച്ച് പൂട്ടി വെക്കാനുള്ളൊരു സാധനമല്ല. സോ ജസ്റ്റ് ടേക്ക് ഇറ്റ് ആൻഡ് റീഡ് ഇറ്റ്. ഓക്കെ, ആൻഡ് അത് ചുമ്മാ വായിച്ച് വിടണ്ട. ഓക്കെ, അത് വായിച്ച് മെഡിറ്റേറ്റ് ഓൺ ദ വേർഡ്. ഓക്കെ, വായിക്കുക, ഡൈവ് ഡീപ്പർ ഇൻ ടു ദ വേർഡ്. ഓക്കെ, ലൈക്ക് ഹാവ് എ കോൺവെർസേഷൻ വിത്ത് ഗോഡ്, ലെറ്റ് ഗോഡ് സ്പീക്ക് ടു യു. ഓക്കെ, അപ്പം ദൈവത്തിനെ ഒന്ന് സംസാരിക്കാൻ അനുവദിക്കുക. ഓക്കെ, അത് ചുമ്മാ വായിച്ചു വിടണ്ട, ദൈവത്തിനെ ഒന്ന് സംസാരിക്കാൻ അനുവദിക്കുക. ലെറ്റ് ഗോഡ് സ്പീക്ക് ടു യു. സോ എൻ്റെ ഈ സാക്ഷ്യം കൊണ്ട് ഇപ്പം നിങ്ങളുടെ ലൈഫിലൊരു ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ ഐ വിൽ ബി സോ താങ്ക്ഫുൾ ടു ഗോഡ്. സോ മേ ഗോഡ് ബ്ലെസ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ ആൻഡ് താങ്ക് യു. ലോഡ് പപ്പയും മമ്മി പറഞ്ഞ പോലെ അവർ TV പ്രോഗ്രാം കണ്ടും ബൈബിൾ വായിച്ചും ഒക്കെ ദൈവത്തെ അറിഞ്ഞെങ്കിലും ഞങ്ങൾക്ക്, എൻ്റെ ചേച്ചിക്കും എനിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ. ആസ് എൻ ലൈക്ക് ഞങ്ങൾ ഇങ്ങനെ വളർന്നു വന്ന പാരമ്പര്യത്തെ വിട്ട് പെട്ടെന്ന് പെന്തക്കോസ്തിലോട്ട് മാറാൻ, ഒക്കെ ഇങ്ങനെ സത്യദൈവം ഇതല്ല, നമ്മൾ ആരാധിച്ചുകൊണ്ടിരുന്ന ദൈവമല്ല, അതല്ല സത്യം എന്നൊക്കെ അറിഞ്ഞപ്പോൾ അത് ഭയങ്കര അൺഅക്സെപ്റ്റബിൾ ആയിരുന്നു. അപ്പോൾ എങ്ങനെയായാലും കുഴപ്പമില്ല, ഞങ്ങൾ പള്ളിയിൽ പോവും, പാരമ്പര്യത്തിൽ തന്നെ മുന്നോട്ട് പോകാനായിരുന്നു പ്ലാൻ. പക്ഷേ കുറേ നാൾക്ക് ശേഷം ഇവരിങ്ങനെ സ്നാനത്തിനെ പറ്റിയൊക്കെ സംസാരിച്ച് വന്ന സമയത്ത് എനിക്ക് മനസ്സിലായി ഇവർ സീരിയസ് ആണ്, ഇവർ പെന്തക്കോസ്തിലോട്ട് ചേരുകയാണ് എന്നുള്ളൊരു തോട്ട് മനസ്സിലായി നമുക്ക്. അപ്പം ഞാൻ എങ്ങനെയും ഇവർ തിരിച്ച് കൊണ്ടുവരണം, അതെങ്ങനെയായാലും കുഴപ്പമില്ല. അമ്മച്ചീനെ ഞാൻ വിളിച്ചു, എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ പപ്പയും മമ്മി സ്നാനപ്പെടാൻ പോവുക, അവരൊക്കെ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മച്ചി അവർ കുറേ വഴക്കൊക്കെ പറഞ്ഞു. എന്നിട്ടും അവർക്കൊരു മാറ്റം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇവർ സ്നാനപ്പെട്ടു. അപ്പോഴും ഞങ്ങൾക്ക് ഒരു ഉറപ്പോ അല്ലെങ്കിൽ ഇതൊന്നും അല്ല സത്യം, ഒരു ഈസി ഗോയിങ് ആയിരുന്നു ഞങ്ങൾ. അങ്ങനെ എന്നെക്കാളും കുറച്ചുകൂടെ ഫേം ആയിട്ട് നിന്നിരുന്നായിരുന്നു എൻ്റെ ചേച്ചിക്ക് ഭയങ്കര ലൈക്ക് ഉറപ്പായിരുന്നു ഇതല്ല സത്യം, ഇതൊന്നും അല്ല പള്ളി, ആ പാരമ്പര്യം അതൊക്കെ ആയിരുന്നു ഉള്ളതെന്നുള്ളത് മനസ്സിലായി. അങ്ങനെ ആയിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു എൻ്റെ ചേച്ചി 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തായിരുന്നു. ഇതിലായിരുന്ന സമയത്ത് ഒരു ദിവസം ഇങ്ങനെ ഇവരാണെങ്കിൽ എൻ്റെ പപ്പയും അമ്മയും പ്രഷറൈസ് ചെയ്തിട്ടുമില്ല, ഇങ്ങനെ പെന്തക്കോസ്തിലോട്ട് മാറണം, ഞങ്ങൾ മാറിയ സ്ഥിതിക്ക് നിങ്ങൾ പറഞ്ഞു, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് എന്ത് മനസ്സിലാവുന്നോ അത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ 8th പഠിക്കുമ്പോൾ ഒരു ദിവസം ഞങ്ങളിങ്ങനെ ഉറങ്ങുമായിരുന്നു. അപ്പം എൻ്റെ ചേച്ചി ഒരു ദർശനം കണ്ടു. ദർശനത്തിൽ ഇങ്ങനെയായിരുന്നു, സ്നാനപ്പെട്ടില്ല എന്നാണെങ്കിൽ നീ നരകത്തിൽ പോകും എന്നുള്ളത്. അത് ഭയങ്കര എവിഡൻ്റ് ആയിട്ട് കാണിക്കുകയും ചെയ്തു. അപ്പോൾ എനിക്കൊന്ന് 3 മണിയായപ്പോൾ എന്നെ വിളിച്ചെണീപ്പിച്ചു. എന്നിട്ട് എന്നെ വിളിച്ചെണീപ്പിച്ചിട്ട് സ്നേഹിക്ക് ഞാൻ ദർശനം കണ്ടു, ഭയങ്കര കരഞ്ഞുകൊണ്ട് നല്ല വിളിച്ചെണീക്കുന്നത്. അപ്പോൾ എനിക്കത് മനസ്സിലായില്ല ഇത് എന്ത് സംഭവം. അപ്പോൾ സോനീഷ് പെട്ടെന്ന് ഓടി ചെന്ന് മമ്മിയുടെ റൂമിൽ പോയി ചെന്ന് മമ്മീനെ വിളിച്ചും പപ്പനെ വിളിച്ചെണീപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു മമ്മി ഇങ്ങനെ ദർശനം കണ്ടു. അപ്പോൾ ഞാനും കൂടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ദർശനം കണ്ടു, ഭയങ്കര കരച്ചില്ല. അപ്പം മമ്മി പറഞ്ഞു നിനക്ക് സ്നാനപ്പെടാൻ സമയം. അപ്പോൾ സോനീഷ് അങ്ങോട്ട് പറഞ്ഞു എനിക്ക് സ്നാനപ്പെടണം മമ്മി, ഇതാണ് സത്യം എന്ന് എനിക്ക് മനസ്സിലായി എന്നുള്ളത്. അപ്പം അങ്ങനെ സോന ചേച്ചി സ്നാനപ്പെട്ടു, ബൈബിൾ മനസ്സിലാക്കി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു. അങ്ങനെ ദൈവവിശ്വാസത്തിൽ വന്നു. സോനേച്ചി വന്നതിന് ശേഷം ഞാൻ കുറച്ച് ഈസി ഗോയിങ് ആയിരുന്നു. എനിക്കതിലൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് ലൈക്ക് ഇപ്പോൾ ചർച്ചിൽ വന്നതോടെ ഒരുപാട് ഇങ്ങനെ ബൈബിൾ ഒരുപാട് വായിച്ചു, പ്രാർത്ഥിച്ചു, ഇത് ഉള്ളതാണെങ്കിൽ ഇത് സത്യമാണെങ്കിൽ എന്നെ ഒന്ന് വെളിപ്പെടുത്തണേ, അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ അങ്ങനെ എനിക്കിത് 2015 ഞാൻ രക്ഷിക്കപ്പെട്ടു.
രക്ഷിക്കപ്പെട്ടു. അത് കഴിഞ്ഞ് ഒരുപാട് ഞാൻ സ്നാനത്തെ പറ്റി ഒരുപാട് പഠിച്ചു. അങ്ങനെ യേശുവിനോട് ചേരണം എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ 2019 സ്നാനപ്പെടുകയുണ്ടായിരുന്നു. ഞാൻ എൻ്റെ 10ാം ക്ലാസ്സിലായിരുന്നു സ്നാനപ്പെട്ടിരുന്നത്. ഞാൻ പഠിക്കാൻ പോയ സമയത്തൊക്കെ, ഞാൻ ഡിഗ്രിക്ക് നാട്ടിൽ പഠിക്കാൻ പോയ സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് സിറ്റുവേഷൻസ് ഒരുപാടുണ്ട്. പെട്ടെന്നൊരു ഒറ്റപ്പെടൽ വരുമ്പോൾ അതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ലൈക്ക് എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ ആ ടൈമിൽ ലൈക്ക് ഞാൻ വചനം വായിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഭയങ്കര ഒരു പീസും ഒരു സന്തോഷമൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നല്ലപോലെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്നെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാനും ദൈവനെ സഹായിച്ചു. അപ്പോൾ എനിക്ക് യൂത്തിനോട് പറയാനുള്ളത്, നമ്മൾ പല സ്ഥലത്തും പഠിക്കാൻ പോവും, ഒറ്റയ്ക്കാൻ സിറ്റുവേഷൻസ് ഒക്കെ ഒരുപാടുണ്ടാവും. അപ്പോൾ ആ ടൈമിൽ നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോഴും യേശുവിനോട് ചേർന്ന് ജീവിക്കുമ്പോഴൊക്കെ ആ ഒരു ഡിഫിക്കൽട്ടി നമുക്ക് തോന്നില്ല. ഒരു പീസ്, ഒരു സന്തോഷമൊക്കെ നമുക്ക് നല്ലപോലെ ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങൾ ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും യേശുവിനോട് അടുത്ത് ജീവിക്കുമ്പോഴൊക്കെ നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫിൽ, അതുപോലെ തന്നെ നിങ്ങളുടെ എഡ്യൂക്കേഷനിൽ, അക്കാഡമിക്സിലൊക്കെ നിങ്ങൾ സഹായിക്കും. എനിക്കിടയിൽ പറയാനുള്ളത്, യേശുവിനെ അറിയാത്തവർ എത്രയും പെട്ടെന്ന് യേശുവിനെ അറിയുകയും ആ സ്നേഹത്തെ രുചിച്ചറിയുകയും ചെയ്യണം. അതുപോലെ തന്നെ അറിഞ്ഞവർ ബൈബിൾ ഒരുപാട് വായിക്കുകയും അതുപോലെ തന്നെ യേശുവിനോട് അടുത്ത് ജീവിക്കുകയും ഒക്കെ ചെയ്യണം. അത് നിങ്ങളെ എല്ലാ മേഖലയിലും അത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളുടെ പഠനത്തിലായാലും, നിങ്ങളുടെ അക്കാഡമിക്സിലായാലും, നിങ്ങളുടെ ഫ്യൂച്ചറിലായാലും എല്ലാത്തിനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പ്രൈസ് ലോർഡ്. എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, എനിക്ക് ഓർമ്മ വെച്ച നാൾ തൊട്ട് യേശുവിനെ അറിയാനുള്ള ഭാഗ്യം ലഭിച്ചു. ആ ഒരു റേഞ്ചിൽ തന്നെയാണ് പപ്പയും മമ്മിയും യേശുവിനെ അറിഞ്ഞതും അങ്ങനെ ആ ഒരു സത്യത്തിൻ്റെ ആ മാർഗ്ഗത്തിൽ വരുവാനൊക്കെ ഇടയിൽ തീർന്ന ആ ഒരു സമയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഭാഗ്യമെന്ന് പറയട്ടെ, യേശുവിനെ അറിയാനുള്ള ഒരു ലക്ക് എനിക്ക് ഉണ്ടായി. അങ്ങനെ മമ്മിയും പപ്പയും പറയുന്നത് ഒരു ലോജിക്ക് ഉണ്ടെന്ന് മനസ്സിലായി. ദൈവത്തിന് വചനപ്രകാരം ജീവിക്കാനായിട്ട് ദൈവം എന്നെ സഹായിച്ചു. പക്ഷെ എന്നാലും ഒരു ഡൗട്ടൊക്കെ എൻ്റെ ഉള്ളിൽ വരുമായിരുന്നു ഇടയ്ക്കൊക്കെ. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ സ്നേഹ ചേച്ചി പറഞ്ഞ പോലെ തന്നെ എൻ്റെ മൂത്ത ചേച്ചി സോന ചേച്ചി ഇങ്ങനെ ദർശനം കാണാനായിട്ട് ഇടയിൽ തീർന്നു. അങ്ങനെ കണ്ടപ്പോൾ സോന ചേച്ചി ആ ഒരു എക്സ്പീരിയൻസ് എന്നോട് ഷെയർ ചെയ്തപ്പോഴാണ് എനിക്ക് ശരിക്കും അതിൻ്റെ ആ ഒരു ഡീപ്നെസ് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകാനായിട്ട് ഇടയിൽ തീർന്നത്. സോന ചേച്ചിനോട് പറഞ്ഞു, അത്രയും നാൾ സോന ചേച്ചിയുടെ ലൈഫ് എങ്ങനെയാണെന്ന് എനിക്ക് അറിയായിരുന്നു. സോ ആ സമയത്തും അത് കഴിഞ്ഞിട്ടുള്ള ഒരു എക്സ്പീരിയൻസും എന്നോട് ഷെയർ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് നോർമലായിട്ട് പറയുന്നതല്ല, എന്തോ ഒരു വ്യത്യാസമുണ്ട് എന്നെനിക്ക് മനസ്സിലായിട്ട് ഇടത്തീർന്നു. സോ അതിൻ്റെ സീരിയസ്നെസ് എനിക്ക് മനസ്സിലായി. അങ്ങനെ ദൈവത്തിൻ്റെ കൃപയാൽ എനിക്ക് സത്യദൈവത്തിനെ അറിയാനായിട്ടുള്ളൊരു ഭാഗ്യം ലഭിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ നോർമലായിട്ട് ലൈഫ് ലീഡ് ചെയ്തു, ദൈവത്തിനെ അറിഞ്ഞു, പിന്നെ ദൈവത്തിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു, സ്നാനമേറ്റു, ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഒരു 10th ആ സമയമൊക്കെ ആയപ്പം 10th പകുതിയൊക്കെ ആയപ്പം നാട്ടിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു. നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചതിൻ്റെ കാരണം എന്ന് പറയുമ്പോൾ ഇവിടെ ഇച്ചിരി ഒരു ട്രാൻസ്പോർട്ടേഷൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. സോ എൻ്റെ സ്റ്റഡീസൊന്നും എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാം ഇങ്ങനെ ഇതുപോലെ ഇരിക്കുന്ന സമയത്തായിരുന്നു അങ്ങനെ തീരുമാനിച്ചത്. അങ്ങനെ ഞാൻ നാട്ടിലേക്ക് പോകാനായിട്ട് ഇടയിൽ തീർന്നു. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഞാനൊരു CMI സ്കൂളിലാണ് ജോയിൻ ചെയ്തത്. അവിടെ ഒബ്വിയസ്ലി അവിടെ ഒരു കാത്തലിക് ബാക്ക്ഗ്രൗണ്ടാണ്. എല്ലാവരും ഒരു സത്യദൈവത്തെ അല്ല ആരാധിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ട് ഇടയിൽ തീർന്നു. അവിടെ എല്ലാവരും ഐഡൽ വർഷിപ്പും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനത്തിൽ അടിസ്ഥാനം അല്ലാത്ത കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവാൻ ദൈവം എന്നെ സഹായിച്ചു. ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ എനിക്ക് അറിയായിരുന്നു, ഓക്കെ ഇങ്ങനെയാണ്, അവിടെ ചെല്ലുമ്പോൾ എല്ലാം ഇങ്ങനെയായിരിക്കും എന്ന് എനിക്ക് മനസ്സിലാവാനായിട്ട് ദൈവം സഹായിച്ചു. മമ്മിയും പപ്പയും എന്നോട് പറഞ്ഞായിരുന്നു ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. അവിടെ ചെല്ലുമ്പോഴാണ് കുറേ പ്രോബ്ലംസൊക്കെ ഞാൻ ഫേസ് ചെയ്യാനായിട്ട് ഇടയിൽ തീർന്നത്. അവിടെ കാത്തലിക്കിൻ്റെ ആ ഒരു സ്പിരിറ്റ് ഉണ്ടായിരുന്നു എല്ലാവർക്കും. സോ അവരെന്നെ കാണുമ്പോൾ തന്നെ ഒരു എന്താ പറയുക ഒരു സെപ്പറേഷൻ ഉണ്ടായിരുന്നു, എന്നോട് ഒരു സെപ്പറേറ്റ് ഫീലിംഗ് കാണിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് എന്നാലും ഒരു പ്രശ്നമില്ല, കാരണം എനിക്കറിയായിരുന്നു ഞാൻ ദൈവത്തിനെ തന്നെയാണ്, സത്യദൈവത്തിനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് മനസ്സിലായി. പക്ഷേ ഞാൻ എനിക്ക് കിട്ടുന്ന സാഹചര്യം വേസ്റ്റ് ആക്കത്തില്ലായിരുന്നു. ആൾക്കാരോടൊക്കെ എന്നോട് ഇങ്ങനെ ഡൗട്ട് ചോദിച്ച ആൾക്കാർ വരുമായിരുന്നു, നീ എന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുമ്പം ഞാൻ അവരോട് പറയാനായിട്ട് ഇടയിൽ തീർന്നു, ഇങ്ങനെയാണ് ശരിക്കും ദൈവത്തിൻ്റെ വചനം അനുസരിക്കണം, ആ ഒരു ഇതിൽ തന്നെ പോകണം എന്ന് ഞാൻ അവരോട് പറഞ്ഞു. അങ്ങനെ അവരും ഇങ്ങനെ ചിന്തിക്കാനായിട്ട് തുടങ്ങി. അത് തന്നെ ഒരു വലിയ കാര്യമായിട്ട് എൻ്റെ ലൈഫിൽ എനിക്ക്, കാരണം ആൾക്കാരോടൊക്കെ പറയാനായിട്ട് ദൈവത്തിനെ കുറിച്ചിട്ട് പറയാനായിട്ട് എനിക്കൊരു അവസരം ലഭിച്ചു. അങ്ങനെ അവിടെ ആയിരുന്ന സമയത്താണ് ഇങ്ങനെ ഐഡൽ വർഷിപ്പിലൊക്കെ അവർ ഫോഴ്സ് ചെയ്യുന്നതല്ല, എന്നെ നമുക്കൊരു ഇൻഫ്ലുവൻസ് വരുന്നത് പോലെ എനിക്ക് തോന്നാനായിട്ട് ഇടയിൽ തീർന്നു. പക്ഷേ അവിടെയും ദൈവം എന്നെ പിടിച്ചു നിർത്താനായിട്ട് സഹായിച്ചു. അവിടെ ഒരു പക്ഷേ എനിക്ക് അവിടെ പോയി കുമ്പിട്ട് ബൗഡണൊക്കെ ചെയ്ത് ഐഡൽസിനെ വർഷിപ്പ് ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിലൊക്കെ പിടിച്ചു നിന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്ന പോലെ ഡാനിയേൽ പിടിച്ചു നിന്ന പോലെ എനിക്ക് കർത്താവിന് വേണ്ടി പിടിച്ചു നിൽക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു.
അതെൻ്റെ ലൈഫിലൊരു വലിയ അച്ചീവ്മെൻറ്റ് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ ലൈഫിൽ ദൈവത്തിന് വേണ്ടി ഞാൻ നിന്നതുകൊണ്ട് എൻ്റെ ലൈഫിൽ കുറേ ബ്ലെസ്സിങ്സും കുറേ കാര്യങ്ങൾ ഞാൻ ചിന്തിക്കാത്ത രീതിയിലൊക്കെ ദൈവം എന്നെ അനുഗ്രഹിച്ചു, എന്നെ വഴി നടത്തി, എന്നെ ബലപ്പെടുത്തി. കുറേ പ്രോബ്ലംസ് വന്നാലും എങ്ങനെ ഫേസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം എന്നെ കർത്താവ് പഠിപ്പിച്ചു തന്നു. അതുപോലെ കുറേ ലൈഫിൽ കുറേ പ്രോബ്ലംസ് ഒക്കെ ഫേസ് ചെയ്തായിരുന്നു. ഇപ്പോൾ വീട്ടിൽ നിൽക്കുമ്പോൾ, നമ്മളുടെ വീട്ടിൽ നിൽക്കുമ്പം അവിടെ എൻ്റെ ഗ്രാൻഡ് പാരൻസ് അവരൊക്കെ ചില ആൾക്കാർ ഈശ്വരൻ അറിഞ്ഞു, ചില ആൾക്കാരൊന്നും ഈശ്വരൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ അവരുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു ഇങ്ങനെ നമ്മളോട് ഇങ്ങനെ പറയുമ്പോഴും. പക്ഷെ എന്നാലും അവർ നമ്മൾ തള്ളിക്കളയുന്ന സിറ്റുവേഷൻസ് ഒക്കെ വന്നായിരുന്നു. പക്ഷേ കർത്താവ് എന്നോട് കൂടെ നിന്നു. നമ്മളെ കുടുംബമായിട്ട് കർത്താവ് അനുഗ്രഹിച്ചു, ഒരു പ്രശ്നവും കൂടാതെ കാത്തു പരിപാലിച്ചു. ഇപ്പം ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ആദ്യത്തെ ക്രെഡിറ്റ് ദൈവത്തിനാണ്. അതുപോലെ തന്നെ അത് രണ്ടാമത്തെ പറയുകയാണെങ്കിൽ പപ്പയും മമ്മിയാണ് ഇത്രയും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവർ ഞങ്ങളെ സത്യമാർഗം എന്നെ ലൈക്ക് ആ ഒരു വേയിൽ ഞങ്ങളെ ഗൈഡ് ചെയ്തു. അവരുടെ പ്രാർത്ഥനയാണ് ശരിക്കും ഞങ്ങൾ ഇത്രയും ബലപ്പെടുത്തിയത്. ഓരോ സമയം ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് മനസ്സിലാവും അത്രയും ഡീപ്പ് കണക്ഷൻ അവർക്ക് അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെയാണ് ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരുവാനൊക്കെ കർത്താവ് സഹായിച്ചത്. ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നതാണ്, എല്ലാവരും ദൈവത്തിൻ്റെ ആ വചനം അനുസരിച്ച് ജീവിക്കാനായിട്ടാണ് ശ്രമിക്കേണ്ടത്. ഇപ്പം ചിലപ്പോൾ നമുക്ക് ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ടാവും, ലൈഫിൽ കുറേ ആൾക്കാർ വേറെ രീതിയിലൊക്കെ നമ്മളെ ഗൈഡ് ചെയ്യാനൊക്കെ നോക്കും. പക്ഷേ ദൈവത്തിൻ്റെ വചനം അനുസരിച്ചാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ബൈബിൾ വായിക്കണം. പിന്നെ ബൈബിളിൻ്റെ ആ ഒരു അടിസ്ഥാനത്തിലാണോ ക്രിസ്ത്യൻ ആണെന്ന് പറയുന്നത് എപ്പോഴാണെന്ന് പറയുമ്പോൾ നമ്മൾ ക്രൈസ്റ്റിൻ്റെ ആ ഒരു നമ്മൾ റോൾ മോഡൽ സ്വീകരിക്കുമ്പോഴാണ് ശരിക്കും ഒരു ക്രിസ്ത്യനായിട്ട് മാറുന്നത്. സോ നമ്മൾക്ക് നമ്മളെ തന്നെ പരിശോധിക്കാം, ഞാൻ ഒരു ക്രിസ്ത്യൻ ആണോ, ദൈവത്തിൻ്റെ വചനം ഞാൻ അനുസരിക്കുന്നുണ്ടോ, സ്വീകരിക്കുന്നുണ്ടോ എന്ന് നമ്മളെ തന്നെ നമുക്ക് പരിശോധിക്കാം. ഞങ്ങൾ വിശ്വാസ ജീവിതത്തിലേക്ക് വന്നിട്ടിപ്പോൾ ഏകദേശം 12 വർഷത്തോളമായി. ഈ 12 വർഷക്കാലവും കർത്താവ് ഞങ്ങളെ പലവിധമായ അനുഗ്രഹങ്ങളാൽ അനുഗ്രഹിച്ചിട്ടുണ്ട്. എത്രമാത്രം നന്ദി പറഞ്ഞാലും മതിയാകാത്ത രീതിയിൽ ഞങ്ങളെ കുടുംബമായിട്ട് കർത്താവ് മാനിക്കുന്നു. പലരിൽ നിന്നും പല നിന്ദകളും പരിഹാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അവിടെയൊക്കെയും ജയത്തോടെ ഞങ്ങളെ നടത്തുന്നത് ഞങ്ങളുടെ കർത്താവാണ്. ഈ നല്ല കർത്താവിനെ അറിയാനുള്ളൊരു ഭാഗ്യം ഞങ്ങൾക്ക് തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞങ്ങളെ കേൾക്കുന്ന എല്ലാവരോടും ഞങ്ങൾക്ക് പറയുവാനുള്ളതും ഇതുതന്നെയാണ്, ഈ യേശുവിനെ രുചിച്ചറിയുക, ഈ വചനം അറിയുവാൻ ശ്രമിക്കുക, സത്യത്തിലേക്ക് മടങ്ങി വരിക. ഏത് പാരമ്പര്യത്തിലുള്ളവരായിക്കോട്ടെ, ഏത് മതത്തിലും ജാതിയിലുമുള്ളവരായിക്കോട്ടെ, നമ്മളെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട്, നമുക്ക് വേണ്ടി വില കൊടുത്തൊരുവനുണ്ട് എന്ന് മനസ്സിലാക്കി ആ കർത്താവിലേക്ക് മനം തിരിഞ്ഞു വരുന്നുവെങ്കിൽ എല്ലാവരുടെയും ജീവിതം അനുഗ്രഹമാകും. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കുക. എല്ലാവരെയും ധാരാളമായി ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.